ഹലോ. ഇന്ന് ബ്രെഡും നമ്മുടെ ചോളവും വെച്ചിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പി. ഇതുവരെ ചോളം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോളവും ബ്രെഡും വെച്ചിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ കുറച്ച് ചോളം ഉണ്ടല്ലോ, അതാദ്യം നമ്മൾ വേവിക്കാനായിട്ട് ഇടണം. അത് വേവിച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അതൊന്ന് വേവിക്കാനായിട്ട് ഒരു വെള്ളത്തിലോട്ട് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഈ ഫ്രൈ പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ്ക്ക് പകരം ബട്ടറാണ് ഏറ്റവും കൂടുതൽ നല്ലത്. എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യ് ആഡ് ചെയ്തത്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ആ ചോളം ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ആ നെയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ പോലെ ഒന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ക്യാപ്സിക്കം ഉണ്ടല്ലോ, ക്യാപ്സിക്കം ഒക്കെ ഓപ്ഷണലാണ്. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇട്ടതാണ് കേട്ടോ. കുഞ്ഞായി അരിഞ്ഞിട്ട് ക്യാപ്സിക്കം ആഡ് ചെയ്യണം. പിന്നെ കുറച്ച് പച്ചമുളക്, അതും ചെറുതായി അരിഞ്ഞത്. പിന്നെ കറിവേപ്പില, ഒരു നുള്ള് കറിവേപ്പില. പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടി, ഒരുപാട് മുളക് പൊടി വേണ്ട, കൂടിപ്പോകല്ല കേട്ടോ. പിന്നെ കുറച്ച് ഒറിഗാനോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് ആ മുളക് പൊടി ഒന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ബ്രെഡും ഈ ചോളവും കൂടെ ചേർത്ത് കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. എന്നിട്ട് ഒരു സ്ലൈസ് ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ചീസിന് നല്ല ഉപ്പുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുക അതിനനുസരിച്ച്. എന്നിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ചീസെല്ലാം കൂടെ മെൽറ്റായിട്ട് അതും കൂടെ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഒരുപാട് വെള്ളം കൂടി പോകരുത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്നൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മൈദയും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തത്. വെള്ളം ഒരുപാട് കൂടി പോകല്, നല്ല കറി പോലെ ആയിപ്പോവും. അതുകൊണ്ട് അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നമുക്കൊരു ബ്രെഡ് എടുക്കണം. ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ ചീസിൻ്റെ സ്ലൈസ് കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ചോളത്തിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, ചുമ്മാ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. കുറച്ച് നാരങ്ങ നീരോടൊക്കെ പിഴിഞ്ഞിട്ട് ചുമ്മാ ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ്. ഈ മഴയത്തൊക്കെ നല്ല ചൂടോടെ ചോളമൊക്കെ പുഴുങ്ങി ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ചുമ്മാ പുഴുങ്ങി കുറച്ച് ഉപ്പും മുളക് പൊടിയും പിന്നെന്താ നാരങ്ങ നീരോടെ ഒഴിച്ച് ചുമ്മാ കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ആ ചോളം എല്ലാം കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് എന്നിട്ട് വേറൊരു ബ്രെഡും കൂടെ എടുത്തിട്ട് അതിന് മുകളിലോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നിടം വരെ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കേ വേണ്ടുള്ളൂ. നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ബ്രെഡും ചോളവും കൂടെ. പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അതിങ്ങനെ മുകളിലായിട്ടൊന്ന് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുത്താൽ. ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതൊന്ന് നമ്മൾ ഒന്ന് ഫ്രൈ പാനിൽ വെച്ചിട്ട് ജസ്റ്റ് ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നിടം വരെ നമുക്കൊന്ന് ജസ്റ്റ് അടച്ച് വെച്ചൊന്ന് വേവിക്കുക. അതിന് മുന്നേ ബട്ടറോ നെയ്യോ ഉണ്ടെങ്കിൽ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതെല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ട് വേണം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാനായിട്ട്. ശരിക്കും നല്ല ഈ ബട്ടറിനകത്ത് ഈ ബ്രെഡും ഒക്കെ ഒന്ന് നല്ല മൊരിഞ്ഞും അടിഭാഗം നല്ല മൊരിഞ്ഞ് കിട്ടും. പിന്നെ ചോളം നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള ചോളമല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്ക് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും ചോളം കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബ്രെഡ് എന്തായാലും നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണും. അപ്പോൾ ആ ബ്രെഡും ചോളവും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ചോളം കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കി അവരെന്തായാലും കഴിക്കും. അപ്പം ഇപ്പം ഈ ബ്രെഡിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആരും മറക്കല്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. ഇനി ഏത് റെസിപ്പീസാണ് നിങ്ങൾക്ക് കാണേണ്ടതെന്നുള്ളതും അറിയിക്കണം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.